ന്യൂസ് 16 കേരള. ജോലി വിശ്രമ സമയം കുവൈത്തിൽ നിർദ്ദേശങ്ങൾ കർശനമാക്കി. തൊഴിൽ ഷെഡ്യൂളുകൾ സംബന്ധിച്ച് തൊഴിലുടമകൾക്കുള്ള അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ വിവരിക്കുന്ന 2025 15-ാം നമ്പർ മന്ത്രിതല പ്രമേയം 1-ാം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുറപ്പെടുവിച്ചു. പ്രമേയത്തിലെ 1-ാം ആർട്ടിക്കിൾ പ്രകാരം തൊഴിലുടമകൾ ദൈനംദിന പ്രവൃത്തി സമയം, നിർദ്ദിഷ്ട വിശ്രമ സമയങ്ങൾ, ആഴ്ചതോറുമുള്ള വിശ്രമ ദിനങ്ങളും ഔദ്യോഗിക അവധി ദിനങ്ങളും എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഈ ഡാറ്റ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അംഗീകരിച്ച ഇലക്ട്രോണിക് സിസ്റ്റം വഴി സമർപ്പിക്കണം. കൂടാതെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം ഡാറ്റ ഉടനടി അപ്ഡേറ്റ് ചെയ്യാൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. ഈ വിവരങ്ങൾ ജോലി സ്ഥലത്തെ പരിശോധനകളിൽ ഇൻസ്പെക്ടർമാർക്ക് ഔദ്യോഗിക റഫറൻസായി ഉപയോഗിക്കാമെന്നും ആർട്ടിക്കിൾ 2 വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ ഡാറ്റയ്ക്ക് അതോറിറ്റി അംഗീകാരം നൽകുന്നതോടെ വർക്ക് ഷെഡ്യൂളിന്റെ ഔപചാരിക സാധൂകരണമായി കണക്കാക്കും. തൊഴിലുടമകൾ അംഗീകൃത ഷെഡ്യൂൾ അച്ചടിച്ച് ജീവനക്കാർക്ക് വേണ്ടി ജോലി സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പ്രമേയം പാലിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആർട്ടിക്കിൾ 3-ലൂടെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന് സാധിക്കും. പ്രമേയം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും 2025 ജനുവരി 11 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ആർട്ടിക്കിൾ 4-ൽ വ്യക്തമാക്കുന്നു. ഈ വ്യവസ്ഥകൾ ഉടനടി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഈ അധികാരികൾക്കെല്ലാം ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോലിസ്ഥലത്തെ സുതാര്യത വർദ്ധിപ്പിക്കുക, ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തുടങ്ങി കുവൈത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളെ പ്രമേയം പ്രതിഫലിപ്പിക്കുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.